സോ നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് യൂസ് മെമ്മോ എന്ന് പറയുന്ന ഒരു റിയാക്ട് ഹൂക്കാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസ് കോൾ ബാക്ക് ഹൂക്ക് നോക്കിയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂസ് മെമ്മോയാണ്. സോ യൂസ് മെമ്മോ, യൂസ് കോൾ ബാക്ക് രണ്ടും സെയിം സിൻടാക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ രണ്ടിന്റെ രീതി വ്യത്യാസമാണ്. ഒന്ന് യൂസ് കോൾ ബാക്ക് ഹൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മോയിസ്ഡ് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാം. അതാണ് യൂസ് കോൾ ബാക്ക്. യൂസ് മെമ്മോ എന്ന് പറയുന്നത് മെമ്മോയിസ്ഡ് വാല്യൂവിന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതാണ് രണ്ടിന്റെ ഡിഫറൻസ്. മെമ്മോയിസ്ഡ് എന്ന് പറഞ്ഞാൽ കാഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ W3 സ്കൂൾസിന്റെ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മുടെ കോഡിനകത്ത് ഇപ്പൊ നമ്മുടെ ഫങ്ഷൻസ് വളരെ എക്സ്പെൻസീവ് ആണെങ്കിലും, അതായത് എക്സ്പെൻസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ ഹെവി ടാസ്കുകൾ, ഒരു ഫംഗ്ഷനകത്ത് ഹെവി ടാസ്ക് എന്തെങ്കിലും മോഡിഫൈയോ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് മെമ്മോ കോൾ ബാക്ക് യൂസ് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എ പുവർ പെർഫോമിംഗ് ഫംഗ്ഷൻ ദ എക്സ്പെൻസീവ് കാൽക്കുലേഷൻ ഫംഗ്ഷൻ റൺസ് ഓൺ എവരി റെൻഡർ. ഓക്കെ, ഈ എക്സ്പെൻസീവ് കാൽക്കുലേഷൻ അത് അവർ ഇട്ട പേരാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഈ എക്സാമ്പിളിനകത്ത് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻക്രിമെന്റ് ചെയ്യും. അതിന്റെ ഫംഗ്ഷൻ ആണ് ഈ സെറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇവിടെ സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെറ്റ് ടു ഡു ഇവിടെ നോക്കണ്ട, നമുക്ക് സെറ്റ് കൗണ്ട് വെച്ച് നോക്കാം. ഓക്കെ, ഈ സെറ്റ് കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെറ്റ് കൗണ്ട് ഫംഗ്ഷനെ വെച്ച് ഈ കൗണ്ടിനെ അപ്ഡേറ്റ് ചെയ്യും. കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു കോമ്പോണന്റ് പിന്നെയും റെൻഡർ ചെയ്യും. ഓക്കെ, പിന്നെ റെൻഡർ ചെയ്യുമ്പോൾ ഈ എന്തായാലും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പൊ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്തായാലും ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് നമ്പർ കിട്ടും. സോ ആക്ച്വലി നമുക്ക് കാഴ്ചയിൽ കാണുമ്പോൾ നമുക്ക് ഇത് ആക്ച്വലി നോർമൽ വർക്കിംഗ് ആണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി ഇത് ഇതിന്റെ പെർഫോമൻസിനെ ബാധിക്കും. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ ഒരു കൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനെ പിടിച്ചങ്ങ് സ്റ്റേറ്റിനെ പിടിച്ച് അതായത് ഈ കോമ്പോണന്റിനെ പിടിച്ചങ്ങ് റെൻഡർ ചെയ്യും. ഓക്കെ, കാരണം സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഈ കോമ്പോണന്റ് റെൻഡർ ആവും. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ യൂസ് മെമ്മോന്റെ ആവശ്യം വരുന്നത്. സോ യൂസ് മെമ്മോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ റൺ എക്സാമ്പിൾ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കാൽക്കുലേഷന്റെ അവിടെ നമ്മളിവിടെ യൂസ് മെമ്മോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് മെമ്മോയിലെ രണ്ട് പാരാമീറ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ യൂസ് കോൾ ബാക്കിന്റെ പോലെ തന്നെയാണ്, യൂസ് കോൾ ബാക്ക് യൂസ് എഫക്ട് പോലെ തന്നെയാണ് ഇതിന്റെ സിന്റാക്സ്. അതായത് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആയിരിക്കും. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ എഫക്ട് ഡിപ്പെൻഡൻസി ആയിരിക്കും. ഓക്കെ, സോ എന്നാണോ നമ്മുടെ ഈ കൗണ്ട് മാറുന്നത് അപ്പോഴേ ഈ ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഓക്കെ, സോ അതാണ് യൂസ് മെമ്മോന്റെ യൂസ്ഫുൾ എന്ന് പറയുന്നത്. സോ യൂസ് മെമ്മോ ഹൂക്ക് എന്ന് പറയുന്നത് ഇറ്റ് റിട്ടേൺസ് എ മെമ്മോയിസ്ഡ് വാല്യൂ. ഒരു മെമ്മോയിസ്ഡ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. യൂസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ മെമ്മോയിസ്ഡ് ഫംഗ്ഷൻ ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ഈ യൂസ് മെമ്മോ ഹൂക്കിന്റെ യൂസ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഫ്രീ കോഡ് ക്യാമ്പ് എന്ന സൈറ്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇത് വായിക്കാം. ഇവിടെ നമുക്ക് കോൺസ് പ്രോസസ് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഷൻ ആണ്. ഓക്കെ, സോ ഈ എക്സ്പെൻസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെവി ലോജിക് ആ ഫംഗ്ഷനകത്താണ് അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് അപ്ഡേറ്റ് ആകുമ്പോൾ ആ എക്സ്പെൻസീവ് ഫംഗ്ഷൻ പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഹെവി പ്രോസസ്സിംഗ് അവിടെ നടക്കുകയാണ്. അപ്പൊ ആ ഹെവി പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, അവിടെ നമ്മുടെ പെർഫോമൻസിന് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ പ്രോസസ് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഹെവി ഫംഗ്ഷൻ ആണ്, ഒരു എക്സിക്യൂട്ടീവ് കമ്പ്യൂട്ടേഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഒരു ഹെവി പ്രോസസ്സിംഗ് നടക്കുകയാണ്. ഇവിടെ ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആണ്. അവിടെ നമ്മൾ ഒരു മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്ത് അതിന്റെ ഐഡിയും നെയിം ഒക്കെ എല്ലാം എടുത്ത് അതിനെ പിടിച്ച് റിട്ടേൺ ചെയ്യും. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു മാപ്പിങ്ങോ അല്ലെങ്കിൽ
മാപ്പിന് പകരം ഇവിടെ ഫിൽറ്ററിങ്ങോ അല്ലെങ്കിൽ ഫൈൻഡ് ഒക്കെ അടിക്കുമ്പോൾ അതിനെ വെച്ചിട്ടാണ് ഇത് ലിസ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ലക്ഷക്കണക്കിനുള്ള ഡേറ്റ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഈ ഹെവി ടാസ്ക് വരുന്നത്. സോ അങ്ങനെ നമ്മൾ ഇൻ കേസ് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്താൽ ഇവിടെ ഐറ്റംസ് മാറിക്കഴിഞ്ഞാൽ, ഐറ്റംസിന്റെ ലിസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നും കൂടെ ഈ ലിസ്റ്റ് കോമ്പോണന്റ് റെൻഡർ ചെയ്യും. റീറെൻഡർ ചെയ്യുമ്പോൾ ഈ പ്രോസസ് ഐറ്റംസ് ഒന്നും കൂടെ വിളിക്കും. അപ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് ഇഷ്യൂ വരുന്നത്. സോ ഇങ്ങനെ ഒരു എക്സ്പെൻസീവ് ഫംഗ്ഷനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ യൂസ് മെമ്മോയിലായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ യൂസ് മെമ്മോ വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രോസസ്ഡ് ഐറ്റംസ്, ഇവിടെ പ്രോസസ്ഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഷൻ. ഇതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഐറ്റംസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ഈ ലിസ്റ്റ് റെൻഡർ ചെയ്യും. ഐ മീൻ കോമ്പോണന്റ് റെൻഡർ ചെയ്യും. റെൻഡർ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനും കൂടെ എക്സിക്യൂട്ട് ആവും. പക്ഷെ നമുക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് എപ്പോഴാണ് ആവേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഐറ്റംസ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രം അതിനകത്ത് ചെയ്താൽ മതി. ഓക്കെ, അവിടെയാണ് നമ്മുടെ യൂസ് മെമ്മോന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, സോ ഒരിക്കൽ നമ്മളെ ലിസ്റ്റ് കോമ്പോണന്റ് ഒന്നും കൂടെ റെൻഡർ ചെയ്യുമ്പോൾ ഐറ്റംസിൽ എന്തെങ്കിലും മാറ്റം ഇല്ലെങ്കിൽ ഇതിനകത്ത് പിന്നെയും വിളിക്കത്തില്ല. ഓക്കെ, പ്രോസസ്ഡ് ഐറ്റംസ് വിളിക്കത്തില്ല. ബട്ട് ഇൻ കേസ് ഇപ്പൊ ഐറ്റംസ് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ യൂസ് മെമ്മോക്കകത്ത് നമുക്കിവിടെ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ സെക്കൻഡ് പാരാമീറ്ററിൽ നമ്മൾ ഐറ്റംസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഡിപ്പെൻഡൻസി ആയിട്ട് വെച്ചത്. ഓക്കെ, ഇതാണ് യൂസ് മെമ്മോന്റെ യൂസ്ഫുൾ എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് കോൾ ബാക്ക് ചെയ്തതിന്റെ സെയിം തന്നെയാണ് യൂസ് മെമ്മോ. അവിടെ യൂസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ യൂസ് മെമ്മോന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഒരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോ ഇത്രയും ഹൂക്ക് സൈക്കിൾസ് നമ്മൾ റിയാക്ട് ഹൂക്സിൽ ഇത്രയും ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ബാക്കി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ഹൂക്സിനകത്ത് നോക്കാം. ഇനി നമുക്ക് കസ്റ്റം ഹൂക്സ് ഉണ്ട്, അത് നമുക്ക് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.